നമസ്കാരം. ഒരുപാട് നാളായി ബുദ്ധൻ്റെ ഒരു ടാറ്റു ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. ബുദ്ധനോടുള്ള ഒരു ഇഷ്ടം കൂടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലെ കരിമാടി എന്ന ഒരു ഗ്രാമം ഞാൻ സന്ദർശിക്കാനിടയുണ്ടായി. അപ്പോൾ അവിടെ ഒരു കരിമാടിക്കുട്ടൻ എന്ന പേരിലാണ് ആ ഗ്രാമം അറിയപ്പെടുന്നത്. കരിമാടിക്കുട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധനെയാണ് കരിമാടിക്കുട്ടൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ കേരളത്തിൽ ബുദ്ധക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തിരുവിതാംകൂറിലെ ആളുകൾ കൂടുതലും ആളുകൾ ബുദ്ധനെ ആരാധിക്കാൻ തുടങ്ങി. ബുദ്ധക്ഷേത്രങ്ങൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മറ്റ് ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു പോകുന്ന ഒരു പരക്കെ ഒരു അറിവുണ്ടായതിനു ശേഷം ബുദ്ധക്ഷേത്രങ്ങളെല്ലാം നശിപ്പിച്ചു കളയാനുള്ള തീരുമാനത്തിൽ കേരളത്തിലുണ്ടായിരുന്ന എല്ലാ ബുദ്ധക്ഷേത്രങ്ങളും നശിപ്പിച്ചു കളഞ്ഞു. ബുദ്ധക്ഷേത്രങ്ങളിലുണ്ടായിരുന്ന പ്രതിമകളെല്ലാം അവർ പല പുഴയിലും കുളത്തിലും ഒക്കെ എറിഞ്ഞ് നശിപ്പിച്ചു. അപ്പോൾ അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ നശിപ്പിക്കപ്പെട്ട ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ നമ്മുടെ കരിമാടി ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്നും കിഴക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ കരിമാടി എന്നുള്ള ഗ്രാമത്തിൽ പാടത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ പ്രതിമയുടെ രണ്ട് ഭാഗമായിട്ടാണ് കിട്ടി, രണ്ടായിട്ട് അത് മുറിഞ്ഞു പോയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം കരിമാടി എന്ന സ്ഥലത്ത് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് നമുക്ക് കാണാം. ഒരു ഭാഗം അത് കായംകുളത്തുള്ള മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം എനിക്ക് ബുദ്ധൻ്റെ ഒരു ടാറ്റു ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അപ്പോൾ ബുദ്ധൻ്റെ ടാറ്റു ബുദ്ധൻ നമ്മളോട് എപ്പോഴും ഉണ്ടാവണമെന്നൊരു ഫീലിംഗ് ഉണ്ടായി. അപ്പോൾ കാഴ്ചപ്പാടുകൾക്ക് ഒരു സപ്പോർട്ടിനായിട്ട് ലഭിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ലഭിക്കുന്നതായിട്ട് ഞാൻ ബുദ്ധൻ്റെ ഒരു ടാറ്റു കാലിൽ തന്നെ ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പാലക്കാട് GND എന്ന ടാറ്റു സ്റ്റുഡിയോയിലെത്തി. ഇവിടെ വളരെ മനോഹരമായിട്ട് വളരെ റീസണബിൾ ആയിട്ട് എനിക്കത് ചെയ്തു തന്നു. സുജിത്താണ് എനിക്ക് ആ ടാറ്റു കാലിൽ ചെയ്തു തന്നത്. കാരണം ഞാൻ പിക്ചർ ഗൂഗിളിൽ നിന്ന് പിക്ചർ എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷെ പിക്ചറിനേക്കാളും നല്ല ഭംഗിയായിട്ടാണ് സുജിത്ത് എനിക്കത് ചെയ്തു തന്നത്. അപ്പൊ ഇതാണ് സുജിത്ത്. എൻ്റെ പേര് സുജിത്ത്. ഞാൻ GND ടാറ്റു സ്റ്റുഡിയോയിലെ ടാറ്റു ആർട്ടിസ്റ്റാണ്. ഓക്കെ. പിന്നെ സതീഷ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഒരു പരിചയമൊന്നുമില്ല. ഞാൻ ഇവിടെ ഗൂഗിളിൽ നമ്പർ എടുത്ത് വിളിച്ചു, അപ്പോയിന്റ്മെന്റ് എടുത്ത് ഇവിടെ വന്നത്. സുജിത്തിനെ പറ്റി എനിക്ക് ഡീറ്റെയിൽഡ് പേഴ്സണായിട്ടൊന്നും അറിയത്തില്ല. ഞാനിത് ഈ ഫീൽഡില് 3 years ആയി. ഞാൻ എന്റെ ഫീൽഡ് വേറെയാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് വിട്ടിട്ട് ഞാൻ എന്റെ ഒരു പാഷന്റെ പുറത്ത് ഞാൻ കയറി ചാടി എത്തി. സന്തോഷത്തില് ഒരു ഫീൽ ഉണ്ടാവും. അത് വേറെ ഫീലാണ്. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സുജിത്തിനെ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. കാരണം ഈ വർക്കൊക്കെ നമുക്ക് സുജിത്തിന്റെ വർക്കൊക്കെ നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലും കസ്റ്റമേഴ്സിന് ലഭിക്കട്ടെ. ഞാൻ പുതിയ ടാറ്റുവിൻ്റെ എന്തെങ്കിലും ഐഡിയ കിട്ടുവാണെങ്കിൽ ഞാൻ വീണ്ടും വരാം. വീണ്ടും ടാറ്റു ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ വളരെ പെയിൻഫുൾ ഒന്നും അല്ലായിരുന്നു. കാരണം സാധാരണ ഒരു ഉറുമ്പ് അടിക്കുന്നവരുടെ ഒരു ഫീൽ തന്നെയാണ് കിട്ടിയത്. കാരണം വളരെ വലിയ പെയിൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, മാനേജബിൾ ആയിരുന്നു. അപ്പോൾ ഏതായാലും സുജിത്തിനെ പരിചയപ്പെട്ടതിൽ സന്തോഷം. കടയുടെ അഡ്രസ്സും കാര്യങ്ങളും സുജിത്ത് പറയുന്നതാണ്, ഒന്ന് പറഞ്ഞേക്കാം. ഇത് വരുന്നത് താരേക്കാട് പോസ്റ്റ് ഓഫീസിന്റെ അടുത്താണ്. അത് നമ്മുടെ എക്സാക്ട് പാൻഡലൂൺസിന്റെ ഓപ്പോസിറ്റിലുള്ള ബിൽഡിംഗ് ആണ്. 2nd floor GND ടാറ്റു സ്റ്റുഡിയോ ആണ്. ഇൻസ്റ്റയില് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വളരെ റീസണബിൾ ആയിട്ട് റേറ്റ് ആണ് കേട്ടോ. കാരണം ഞാൻ പല സ്ഥലത്ത് ചോദിച്ച് റേറ്റൊക്കെ അന്വേഷിച്ചിട്ടൊക്കെയാണ് വന്നത്. ഒരു 7 to 15 days ഇതിൽ വെള്ളം, പൊടി, ചളി, സൺലൈറ്റ്, സോപ്പ് ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് ആവാതെ നോക്കുക. അപ്പോൾ അതിന് ഈ ബാം ഞാൻ തരുന്നത്. ഇത് ബാം എന്താണെന്ന് വെച്ചാൽ ഇത് കുളിക്കണ മുന്നേ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് ചെയ്യാതെ ലൈറ്റായിട്ട് എൻ്റെ പുറത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്തിട്ട് ചെറിയൊരു കോട്ടിങ് കൊടുക്കുക എൻ്റെ പുറത്ത്. പിന്നെ വെള്ളം തട്ടിയാലും കുഴപ്പമൊന്നുമില്ല. ഡയറക്റ്റ് ഉള്ളിൽ ഇറങ്ങില്ല, വെള്ളം ഇറങ്ങില്ല. ഇങ്ങനെ മേളിൽ ഇങ്ങനെ ബബിൾസ് ആയിട്ട് നിൽക്കുകയാണ്. ഹീലിംഗ് ടൈം ഒരു 7 to 15 days ആണ്. ചിലവരുടെ സ്കിൻ എന്താ പറയുക, ഒരു ബോഡി ടെമ്പറേച്ചർ അനുസരിച്ചാണ് അതിന്റെ ഹീലിംഗ് സംഭവിക്കുന്നത്. ചിലവർ 10 ദിവസത്തിൽ തീരാവും, ചിലർ 15 ഓരോരുത്തരുടെ ബോഡി അനുസരിച്ച് സോപ്പ് തേക്കാതെ നോക്കാം. ഹീലാവുന്നവർ ഹീലാക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. കാരണം കെമിക്കൽസ് ഒക്കെ ഉണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെപ്റ്റിക്കാവാൻ ചാൻസ് ഉണ്ട്. അത് കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതിന്റെ പുറത്ത് സക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വൈപ്പ് ചെയ്യണം, ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 10 to 15 minutes കഴിഞ്ഞൊന്ന് ഡ്രൈ ആവും. അപ്പൊ ഒന്നും കൂടെ ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ പുറത്തൊക്കെ ഇറങ്ങുന്ന സമയത്ത് ബാം ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് ഇറങ്ങും. കാരണം വെയിലൊന്നും കൊള്ളാതെ. എന്നാലും പിന്നെ മെയിനായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഒന്ന് അവോയ്ഡ് ചെയ്യും. കാരണം അത് തട്ടി എന്താന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് പൊറ്റം വരും. പൊറ്റം അറിയില്ല, ഡ്രൈ മീൻസ് നമ്മൾ മുറിയൊക്കെ ആയി കഴിഞ്ഞാൽ സ്കിന്ന് വരും. അതുപോലെ അതിന്റെ പുറത്ത് വരും.
അത് വന്നു കഴിഞ്ഞാൽ നമ്മളായിട്ട് പീലോഫ് ഒന്നും ചെയ്യണം, ഓക്കെ ഓട്ടോമാറ്റിക് പോകും. കാരണം മുറിയിൽ തന്നെ ആവുമ്പോൾ നമ്മൾ പിന്നെ അത് വൾഗറായി പോകും. ഇതിലെങ്ങനെയാ വെച്ചാൽ ഇങ്ക് ചേർന്ന് വരും അവിടെ മാത്രം, കാരണം ഫുൾ ബ്ലാക്ക് വർക്കാണ്. അപ്പോൾ എന്തായാലും ആ സ്കാബ് പൊളുത് വരും. അത് നമ്മളായിട്ട് ഒന്നും ചെയ്യണ്ട, നമ്മളായിട്ട് പിടിച്ച് വരുന്നത് അവിടുത്തെ ഇങ്ക് മാത്രം തന്നെ ഹീലായി അത് ഓട്ടോമാറ്റിക്കായി പോകും. പിന്നെ കിടക്കുമ്പോഴായിരിക്കും സ്കാബ് നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോൾ സംഭവിക്കണം, നോക്കാം മാക്സിമം. പിന്നെ ഡയറക്റ്റ് ആയിട്ട് ആരെയും കൊണ്ട് ടച്ച് ചെയ്യിപ്പിക്കാതെ നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ ബാക്ടീരിയസ് ഇൻഫെക്ഷൻ ആവാതെ, കാരണം നമ്മൾ മുറിവാക്കിയിരിക്കുകയല്ല. നോക്കാം. പിന്നെ നൈറ്റ് കിടക്കുമ്പോഴെപ്പോഴും ബാം അപ്ലൈ ചെയ്യും. കൂടുതൽ എന്താ മെയിനായിട്ട് ബാം എത്രത്തോളത്തേക്ക് അപ്ലൈ ചെയ്യണം? അപ്പോൾ പാലക്കാട് ലൊക്കേഷനൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സുഹൃത്ത് നിങ്ങളെ കാത്തുകൂടെ ഇരിക്കും, നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. ഇത് ഭയങ്കര സ്റ്റുഡിയോ സെറ്റപ്പ് തന്നെയാണ്, നല്ല എയർ കണ്ടീഷൻഡാണ്, നല്ല കുഷ്യനൊക്കെ ഉണ്ട്, നല്ല കൗച്ചൊക്കെ ഉണ്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട് പാട്ടൊക്കെ ഉണ്ട്, റിലാക്സ് ചെയ്ത് നമുക്ക് ടാറ്റ് ചെയ്തിട്ട് പോകാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. പുതിയൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു വെരി മച്ച്. ബൈ ബൈ.